എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഈ ഷോട്ടിലേക്ക് സ്വാഗതം. ഞാനൊരു കാഴ്ച കാണിച്ചു തരാണ്. ഇതുകൊണ്ട് ഒരു ചെറിയ അരുവി അല്ലേ, ഒരു ചെറിയ അരുവിയാണ്. ഇതിനകത്ത് ഇതോ ചെറിയ മീനിൻ്റെ കുട്ടികളിലൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടംമാതിരി ഉണ്ട്. അതല്ല നമ്മുടെ വിഷയം. കാണുന്നുണ്ടല്ലോ, ഇതാ അടുത്ത നെല്ല് വിതയ്ക്കാനായിട്ടുള്ള പാടം ഒരുങ്ങി നിൽക്കുവാണ്. ഉഴുത് മറിച്ച് ഇട്ടിട്ടുണ്ട് കംപ്ലീറ്റ്. ഇതാ ആ അരുവിക്ക് ഇപ്പുറത്ത് നമുക്ക് കണ്ണെത്തത്തില്ല, അത്ര പാടശേഖരമാണ്. ഇത് എല്ലായിടവും ഇതാ കൃത്യമായിട്ട് ക്ലിയറായിട്ട് ഉഴുത് മറിച്ച് വെള്ളം കയറ്റി ഇട്ടിരിക്കുകയാണ്. ഇത് മനസ്സിലായില്ലേ? ഇത് നമ്മുടെ രവിമംഗലം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ഞാനത് നേരത്തെ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണിക്കുന്ന ഇതാണ്. ഈ പാടങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. കണ്ടോ, അത്രയും ദൂരത്തിൽ. അവിടെ ഒന്നും അല്ല, അതിൻ്റെയൊക്കെ കുറേ അപ്പുറത്ത് പോവും. നല്ല എന്താ ഇവിടുത്തെ ഒരു ഭംഗി എന്ന് കണ്ടോ. ഇതാണ് എന്താ പറയുന്നത്, പ്രകൃതി രമണീയമായ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന സ്ഥലമാണിത്. എന്തുമാത്രം ഒരു സന്തോഷമുള്ള കാഴ്ചയാണെന്ന് നോക്കിക്കോണേ. ഇനിയിപ്പം ഇത് ഉഴുത് മറിച്ചിട്ടേക്കുന്നു. ഇനിയിപ്പം ഞാറ് നടും. അങ്ങേ സൈഡിൽ അതോ അങ്ങേ അറ്റത്ത് ഞാറൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഇവർ വേറെ ഞാറ് വിതയ്ക്കുമല്ലോ, വിത്ത് വിതയ്ക്കുക. എനിക്ക് നെൽകൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയില്ല കേട്ടോ, എങ്കിലും പറഞ്ഞു വരുന്നത് തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഇങ്ങനെ ഇത് കണ്ടോ, ഉഴുത് മറിച്ച് ക്ലിയറായിട്ട് അടിച്ചിട്ടേക്കുക, വെള്ളം കയറ്റിയിട്ടേക്കുക. ഇനി ഇവിടെ കണ്ടോ വിത്ത് ഇട്ടിട്ട് അത് പറിച്ച് ഞാറ് നടും എന്നാണ് എൻ്റെ അറിവ്. പണ്ടെങ്ങാണ്ട് സ്കൂളിൽ പഠിച്ച ആ ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നേരിട്ട് കാണുന്നതൊക്കെ ഇപ്പോഴാണ്, അടുത്താണ്. അവിടെ എല്ലാം അതോ അങ്ങേറ്റം കാണുന്നു, അതെല്ലാം ആ തെങ്ങ് ഒക്കെ കാണുന്നില്ല, തെങ്ങും മരങ്ങളും ഒക്കെ കാണുന്നത്. അവിടെ എല്ലാം പാടമാണ്. ആ വീടുകൾ കാണുന്നതിനടുത്തൊക്കെ പാടങ്ങളാണ്. നമുക്ക് അത് അപ്പുറത്തൂടെ വരുമ്പോൾ വേറൊരു ഷോട്ട് കൂടെ എടുത്ത് ഞാൻ കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ അതോ വലിയ വീടുകൾ കാണുന്നില്ലേ, അതിലെ ഞാനിപ്പോൾ കടന്നു വരും. അല്ല, അത്രയും ദൂരം വരെ പോവുകയില്ല. പിന്നെ ഇത് നമ്മുടെ രവിമംഗലത്തെ ഞാനിപ്പോൾ പറഞ്ഞ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലോട്ട് പോകുന്ന റോഡാണ്. ഞാൻ വേറൊരാളെ കാണാൻ പോവാണ്. ഒരു കോഴി ഒക്കെ വളർത്തി വയ്ക്കുന്ന എന്നെപ്പോലെ ഒരാളുണ്ട്, അദ്ദേഹത്തിനെ കാണാൻ പോവാണ്. അതുകൊണ്ട് ഒരു ചെറിയ മീനവിടെ മുങ്ങി. അത് മീനൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. നമുക്ക് ഇനി ഇതിവിടെ എല്ലാം പാടങ്ങൾ നെല്ല് വിതച്ച് കഴിയുമ്പം വളർന്നു വരുമ്പോഴും കാണിക്കാം, കൊലയിടുമ്പോഴും വേറെ വീടെടുത്ത് കാണിക്കാം. അതുവരെ ഒക്കെ എല്ലാ